ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ വ്ളോഗൊന്നും അല്ലല്ലോ, ഗെയിമാണല്ലോ, ഗെയിമിംഗ് ചാനലാക്കിയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇത് ഗെയിമിംഗ് ചാനലാക്കിയതൊന്നുമല്ല കേട്ടോ. ഞാൻ ആർജിൻ എപ്പോഴും ഇവിടെ അവനിപ്പോൾ വെക്കേഷനൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടി ഇവിടെ വന്നാലും ഞങ്ങൾ സ്ഥിരം കളിക്കാറുള്ള ഗെയിമാണ് ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഗെയിം എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് കേട്ടോ ഞങ്ങളിത് കളിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ ഇതിന് അഡിക്റ്റ് ഒന്നുമല്ല. വെക്കേഷൻ കഴിഞ്ഞ് അവൻ പോകുമ്പോൾ ഇത് ഡിലീറ്റ് ആക്കും, എന്നിട്ട് പിന്നെ അവൻ വരുമ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒരു പുതിയ വേൾഡ് ഒക്കെ എടുത്ത് കളിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ കളിക്കുന്ന ഒരു വീഡിയോ ആക്കാമെന്ന്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുള്ളവർക്കറിയാം, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് മരം എന്ന് പറയുന്നത്. മരം വെട്ടുന്നത് നല്ല പ്രവൃത്തിയല്ല, എന്നാലും ഇതിൽ നമുക്ക് എന്തായാലും മരം വെട്ടിയേ പറ്റൂ, എന്നാലേ നമുക്കിത് ജീവിക്കാൻ പറ്റൂ. ഒരു കാര്യമുണ്ട്, ഇത് സർവൈവലാണ് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ തന്നെ സെറ്റാക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ കുറേ മരമൊക്കെ വെട്ടി, അപ്പം തന്നെ ഒരു 3 സ്റ്റിക്ക് കിട്ടി. അതാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഫുഡാണ്. അപ്പോൾ ഇപ്പം ഞാൻ കോഴീനെ പിടിക്കാനാണ് ഈ ഓടി നടക്കുന്നത് കേട്ടോ. ഇതിൽ കോഴി, പശു, ഷീപ്പ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മര്യാദയ്ക്ക് കഴിക്കാം. പിന്നെ സോംബി ഫ്ലഷ് ഒന്നും എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ, അത് പോയ്സണാണ്. പിന്നെ 2-3 കോഴീനൊക്കെ ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് സംഭവങ്ങളെ കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ അതിനെ കൊല്ലണം. പിന്നെ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയത്ത് ഫുഡൊക്കെ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. നമ്മളടുത്ത് വെപ്പൺസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രാത്രിയായ പുറത്ത് നിൽക്കരുത്. ഉള്ള സോംബിയും സ്കെൽട്ടനും എല്ലാവരും കൂടി വന്ന് നമ്മളെ പൊങ്കാലയിടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മണ്ണിൽ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ ഡേർട്ട് വെച്ചിട്ടോ ചെറിയൊരു വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ആദ്യം നിൽക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഷീപ്പാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു വൂള് വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കണം. അതൊക്കെയാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ വിച്ചസ് വന്നിട്ട് എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. ഞാൻ ഫുള്ള് ഡേർട്ട് വെച്ചത് കാരണം രാവിലെ ആണോ എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ഡേർട്ട് ഒന്ന് തുറന്നു നോക്കിയതാണ്. പിന്നെ സംഭവിച്ചത് ഇതാണ്. അങ്ങനെ ഞാൻ പിന്നെയും റീസ്പോൺ ആയി. പിന്നെ ഏതോ ഒരു കാട്ടുമുക്കിലാണ് ഞാനിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ ബെഡ് റീസ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മീൻസ് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാട്ടുമുക്കിലാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ തിരിഞ്ഞ് കളിച്ച് അവസാനം ഞാൻ ആർജിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. പറയാൻ മറന്നു പോയതാണ് ഗൈസ്, ആർജിൻ ഇതിൻ്റെ ഇടയിൽ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അവൻ്റെ വീട്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ നോർമൽ ഹൗസാണ്, ഇതെൻ്റെ പെർമനൻറ്റ് ഹൗസൊന്നുമല്ല. അപ്പോൾ ഇതിൽ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ നമ്മളെ ഫർണസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ബെഡ്, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ തട്ടിക്കൂട്ടി ഫുള്ള് ഡേർട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ചളി വീട് എന്ന് തന്നെ പറയാം. ഇനി എനിക്ക് പെർമനൻറ്റ് ഹൗസ് ഉണ്ടാക്കണം, അതാണ് അടുത്ത പണി. പിന്നെ ഞാൻ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാൻ ഇവിടെ വന്നപ്പോഴാണ്, അവിടെ നിങ്ങളൊരു സ്കെൽട്ടനെ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പെർമനൻറ്റ് ഹൗസ് എന്ന് പറയുന്നത് അവിടെയാണ്. ആ ഒരു സ്കെൽട്ടനെ കൊന്നിട്ട് കാര്യമില്ല, അവരുടെ എല്ലാ കുടുംബാംഗങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കോബിൾ സ്റ്റോൺ വെക്കാൻ പോയിട്ട് കുറേ ഹേർട്ടും കളഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് കളിച്ചില്ല, വേഗം വീടിൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ പൊളിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പുതിയൊരു വീടുണ്ടാക്കി ഗൈസ്. ഇതാണ്. അപ്പം ഇതാണ് എൻ്റെ പെർമനൻറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേർട്ട് ഹൗസ്, അഥവാ നമ്മുടെ നേരത്തെ ചളി വീടുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ച് അതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വീടിൻ്റെ പണി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, നമ്മൾ എന്ത് പണിക്ക് ഇറങ്ങിയാലും അപ്പത്തേക്ക് രാത്രിയാവും. നമ്മളൊരു വീടുണ്ടാക്കാൻ ഇറങ്ങിയാൽ രാത്രിയാവും. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാൻ ഇറങ്ങിയാലും വേഗം രാത്രിയാവും. എന്നാൽ രാവിലെ കുറച്ചധികം നേരം തരും അതില്ല, മീൻസ് പെട്ടെന്നായിരിക്കും കേട്ടോ രാത്രിയാവുക. അങ്ങനെ അവസാനം കുറേ ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീട് ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് മുതൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലാഗാവും. കാരണം ഞാൻ ഉണ്ടാക്കി പൊട്ടിച്ചു അങ്ങനെയാണ്. ഞാൻ ബ്ലോക്കൊക്കെ വെക്കേണ്ട സ്ഥലത്തല്ല വെക്കുക, വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും, അവസാനം അത് പൊട്ടിക്കണം. അങ്ങനെ കുറേ പണിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഗാവും. അതാണ് ഞാൻ ഫസ്റ്റ് മുതൽ കാണിക്കാത്തത്.
പിന്നെ ഞാൻ വീടിനെ കുറിച്ച് ഡെക്കറേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ട്രാക്ക് ഡോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിൻഡോ എന്നൊക്കെ പറയാം. കണ്ടോ, ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ വെക്കാൻ നോക്കി, പിന്നെ എനിക്ക് അവിടെ വെച്ചത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു ഐഡിയ ഇങ്ങോട്ടാക്കി. ഇതുപോലെയാണ് കേട്ടോ ഞാനൊരു വീടുണ്ടാക്കുമ്പോൾ വെക്കുക പൊളിക്കുക ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ഥിരം സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പിഗിനൊക്കെ തല്ലിക്കൊന്ന് ഫർണസിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ആർജൻ ഗുണ കേവ് പോലത്തെ ഒരു കേവിൽ ചെന്ന് ചാടുന്നത്. പിന്നെ ഞാൻ വേണമല്ലോ എല്ലാതും രക്ഷിക്കാനേ. അങ്ങനെ ഞാൻ അതിന് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.